ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിലുള്ള മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസും അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്താണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഈസ് ദ എഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എഡീഷണൽ യൂണിറ്റ്. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡീഷണൽ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ആ എഡീഷണൽ യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന എഡീഷണൽ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് വേരിയബിൾ കോസ്റ്റിൻ്റെയും ആ ഒരു ഡിഫറൻസിനെ കാണിക്കുന്ന ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡല്ല, പക്ഷേ ടെക്നിക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. എല്ലാ കോസ്റ്റും ഫിക്സഡും വേരിയബിളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ വേരിയബിൾ കോസ്റ്റുകൾ മാത്രമാണ് പ്രൊഡക്ട്സിൻ്റെ മേലെ ചാർജ് ചെയ്യുന്നത്. In this technique of costing, only variable cost are charged to cost unit. വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ റൈറ്റ് ഓഫ് ആണ് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് അതിന് യൂസ് ചെയ്യുന്നത്. Marginal costing is a technique of presenting cost data wherein variable cost and fixed cost are shown separately for manager decision making. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഡാറ്റേനെ വേരിയബിൾ കോസ്റ്റായിട്ടും ഫിക്സഡ് കോസ്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെപ്പറേറ്റ്ലി കാണിക്കണം. അതുപോലെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ വേറൊരു പേരാണ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് സെയിൽസ് ആണ്. സെയിൽസിൻ്റെ ആ എമൗണ്ട് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ എഴുതും. അതിനുശേഷം നമ്മൾ എഴുതുന്നത് മാർജിനൽ കോസ്റ്റാണ്. നമ്മൾ ലെസ്സാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും പിന്നെ വേരിയബിൾ ഓവർഹെഡും ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലെസ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട്. എന്നിട്ട് ഈ സെയിൽസിന് ഈ പറയുന്ന സെയിൽസിന് നമ്മൾ ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യും. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെയിൽസിൽ നിന്നും മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്യാം. മാർജിനൽ കോസ്റ്റിൽ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡാണ്. പിന്നെയുള്ളത് ഫിക്സഡ് കോസ്റ്റ്. എന്നിട്ട് ഈ സെയിൽസിൽ നിന്ന് ഈ പറയുന്ന മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫിക്സഡ് കോസ്റ്റ്, ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് ഇതൊക്കെ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറാണ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ടേമാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൽക്കുലേഷൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫോർമാറ്റാണ്. ഇനി ചെയ്യേണ്ടത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്? BEP എന്നാണ് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഈസ് ദ പോയിൻറ്റ് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റ് വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അതൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ ടോട്ടൽ കോസ്റ്റും നമ്മുടെ ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, നോ പ്രോഫിറ്റ് നോ ലോസ് മീൻസ് വാട്ട്? അന്നേരം നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്നാണ് എഴുതേണ്ടത്. ഇറ്റ് ഈസ് എ ഈക്വിലിബ്രിയം ഓർ ബാലൻസിങ് പോയിൻറ്റ്. കാരണം എന്താണ് ബാലൻസിങ് പോയിൻറ്റ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും സെയിം ആവുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ ലോസസ് സീസ് ആൻഡ് പ്രോഫിറ്റ്സ് ബിഗിൻ. ലോസസ് സീസ് ചെയ്യും, പ്രോഫിറ്റ് ബിഗിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഇഫ് സെയിൽസ് ഗോ അപ്പ് ബിയോണ്ട് ദ BEP ദ ഫേം മേക്സ് എ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാഫ് വരക്കാണ്.
ആ ഗ്രാഫിൻ്റെ ഈ ഒരു പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് വിചാരിക്കുക. BEP പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഒരു സെയിൽസ് BEP പോയിൻറ്റിന് ശേഷമാണ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ആ ഫേം പ്രോഫിറ്റാണ് നേടുന്നത്. അല്ലാതെ സെയിൽസ് BEPനേക്കാൾ കുറവാണെങ്കിൽ ആ ഫേം ലോസിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ സാധിക്കും. അതാണ് BEP, ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പം ഇനി ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്നതാണ് 2 ഇക്വേഷൻസ്. ഫസ്റ്റ് ആൽജിബ്രിക് മെത്തേഡിൽ വരുന്നത് BEP ഔട്ട്പുട്ട്. നമ്മൾ BEPൻ്റെ യൂണിറ്റ്സ് കാണാൻ വേണ്ടി ഇക്വേഷനാണ് ഫിക്സഡ് എക്സ്പെൻസ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇവിടെ ഉള്ളത്. F ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് CPU എന്ന് പറയുന്നത്, CP.U. അപ്പോൾ BEP യൂണിറ്റ്സ് കാണേണ്ട ഇക്വേഷനാണ് ഫിക്സഡ് എക്സ്പെൻസ് ബൈ കോൺട്രിബ്യൂഷൻ. ഇനി BEP സെയിൽസ് സെയിൽസ് മീൻസ് റുപ്പീസിൽ കാണാനുള്ളതാണ് ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഓർ F ഇൻറ്റു S ബൈ C. ഔട്ട്പുട്ട് കാണേണ്ട ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഇനി BEP സെയിൽസ് കാണേണ്ട ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസസ് ഇൻറ്റു സെയിൽസ് ബൈ കോൺട്രിബ്യൂഷൻ. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കും. അപ്പോൾ നമുക്കിവിടെ BEPൻ്റെ ഔട്ട്പുട്ട്സ് കാണേണ്ട ഇക്വേഷനും സെയിൽസ് കാണേണ്ട ഇക്വേഷനും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഫിക്സഡ് എക്സ്പെൻസും സെയിൽസൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇനി ക്വസ്റ്റ്യനിൽ തരാത്ത ഒരു ടേമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്, കോൺട്രിബ്യൂഷൻ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വരുന്നത്, കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നെക്സ്റ്റ് ഇക്വേഷനാണ് 2 ഇക്വേഷൻ വരുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, അതുപോലെ കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ ടു ഏൺ എ ഡിസൈർഡ് പ്രോഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. ഒരു ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ബേസായിട്ട് നമ്മൾ എത്ര ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട്സ് നമുക്ക് കാൽക്കുലേഷൻ എത്ര വരും എന്നാണ് നമ്മൾ അതിന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് F+P/C. F എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്, P എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ. നെക്സ്റ്റ് വൺ എന്താണ്? കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ ടു ഏൺ എ ഡിസൈർഡ് പ്രോഫിറ്റ്. ഒരു സെയിൽസ് വാല്യൂ, അതായത് ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര സെയിൽസ് വാല്യൂ നമുക്ക് ചെയ്യണം, എത്ര സെയിൽസ് നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സെയിൽസ് ആയതുകൊണ്ട് ഇൻറ്റു എസ് എന്ന് ചെയ്ത് കൊടുത്താൽ മതി. F+P/C ഇൻറ്റു എസ്. നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഇയർ ആർ 60,000, സെല്ലിംഗ് പ്രൈസ് ഇസ് 15 ആൻഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 10. കാൽക്കുലേറ്റ് BEP ഔട്ട്പുട്ട്. അപ്പോൾ BEP ഔട്ട്പുട്ട്സ് ആണുള്ള ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസസ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണല്ലേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ക്വസ്റ്റ്യനിലുള്ളത്? സെല്ലിംഗ് പ്രൈസ് 15 ആണ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് 10 ആണ്. 15 മൈനസ് 10 ഈസ് ഈക്വൽ ടു 5. 5 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ BEP ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? F ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ F ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മീൻസ് F നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60,000. അപ്പോൾ 60,000 ബൈ 5 കോൺട്രിബ്യൂഷൻ ആണ് 12,000. അപ്പോൾ നമുക്ക് ഏകദേശം BEPൻ്റെ ഔട്ട്പുട്ടിൻ്റെ ആ ഒരു എമൗണ്ട് കിട്ടി. അതായത് ഇപ്പോൾ 60,000 ഫിക്സഡ് എക്സ്പെൻസ് വരുമ്പം, അതുപോലെ വേരിയബിൾ കോസ്റ്റ് 10 വരുമ്പം, സെല്ലിംഗ് പ്രൈസ് 15 വരുമ്പം നമുക്ക് BEP ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ ഞാനൊരു ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തിട്ട് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. സെയിൽസ് ഈസ് ഈക്വൽ ടു
സെയിൽസിൻ്റെ വാല്യൂ എങ്ങനെയാണ് 1,80,000 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ BEP ഔട്ട്പുട്ട് എത്രയാണ് വന്നത് 12,000 ആണ്. സോ ആ ഒരു ഔട്ട്പുട്ട് ഇൻറ്റു നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് 15 ആണ്. സോ 12,000 ഇൻറ്റു 15 1,80,000 ആണ് വരുന്നത് സെയിൽസ്. എന്നിട്ട് ലെസ് വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എത്രയായിരുന്നു 10 ആണ്. സോ ഈ BEP ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ 12,000 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 1,20,000. എന്നിട്ട് 1,80,000-യും 1,20,000-യും മൈനസ് ചെയ്താൽ 60,000 കോൺട്രിബ്യൂഷൻ വന്നു. അതിനുശേഷം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത് 60,000 ആണ്. അപ്പോൾ 60,000 ലെസ് ചെയ്തു. അപ്പം കോൺട്രിബ്യൂഷൻ നമുക്ക് 60,000 ആണ് കിട്ടിയത്. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 60,000 ആണ് കിട്ടുന്നത്. സോ BEP 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോ എക്സ്പെൻസസ് നോ റവന്യൂ അല്ലേ. അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. രണ്ടും സെയിം ആവുന്ന സിറ്റുവേഷൻ ആണ് BEP. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഇയർ ആർ 60,000. ഇവിടെയും ഫിക്സഡ് കോസ്റ്റ് 60,000 ആണ്. സെയിൽസ് 4 lakh ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 3 lakh ആണ്. 3 lakh ആണ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ സെയിൽസ് 4 lakhഉം വേരിയബിൾ കോസ്റ്റ് 3 lakh ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ BEP സെയിൽസ് ഈസ് ഈക്വൽ ടു F/S/C ആണ് ഇക്വേഷൻ. അപ്പോൾ F/S/C എന്ന് പറയുമ്പോൾ നമ്മൾ C കാൽക്കുലേറ്റ് ചെയ്യണം. C കാണുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് നമുക്ക് 4 lakh തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 3 lakhഉം. സോ ആൻസർ ഇസ് 1 lakh. അപ്പോൾ C ഈസ് ഈക്വൽ ടു S മൈനസ് V 1 lakh ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. 6 lakh ഇൻറ്റു 4 lakh ബൈ 1 lakh ഇസ് ഈക്വൽ ടു 2,40,000 നമുക്ക് BEP സെയിൽസ് കിട്ടി. അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയത് 1 lakh ആണ്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തതാണ്. 6 lakh ഇൻറ്റു 4 lakh ബൈ 1 lakh നമുക്കപ്പോൾ 2,40,000 കിട്ടി. സോ BEP സെയിൽസ് നമുക്ക് കിട്ടി. ഇനി നമ്മളിത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. മീൻസ് നമുക്ക് ഈ കിട്ടിയ 2,40,000 വരുമ്പം നമുക്ക് BEP എമൗണ്ട് അതായത് 0 നിൽ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. സോ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫോർമാറ്റ് ഇവിടെ വരക്കുക. അതിനുശേഷം സെയിൽസ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് സെയിൽസ് 2,40,000 നമുക്ക് BEP സെയിൽസ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതാണ് 2,40,000. ആ ഒരു വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇത് BEP സെയിൽസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് BEPൻ്റെ ഔട്ട്പുട്ട്സ് കാണാനാണ്. ഇത് സെയിൽസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സെയിൽസ് വാല്യൂ എഴുതുന്നത്. സോ അതിനുശേഷം നമ്മൾ വേരിയബിൾ കോസ്റ്റ് കാണണം. വേരിയബിൾ കോസ്റ്റ് കാണുമ്പം ഒരു ഇക്വേഷൻ ചെയ്യാനുണ്ട്. മീൻസ് നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ടല്ലേ 1 lakh. അതുപോലെ നമുക്ക് കിട്ടിയത് BEP സെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ആദ്യത്തെ വേരിയബിൾ കോസ്റ്റ് എത്രയായിരുന്നു 3 lakh ആയിരുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 lakhന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2,40,000 ലെസ് ചെയ്യുക. 3 lakhൽ നിന്നും ഇൻറ്റു ചെയ്യുക. 3 lakhന്ന് 2,40,000 ഇൻറ്റു ചെയ്യുക. അതിനുശേഷം 4 lakh ഏതാണ് ഫസ്റ്റിലത്തെ സെയിൽസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സെയിൽസ് 4 lakh നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള BEP മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. BEP സെയിൽസിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. മീൻസ് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്ന വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്മൾ ചെയ്ത BEP സെയിൽസ് ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യനിലുള്ള സെയിൽസ് ഫോർ ദ പീരീഡ് 4 lakh. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 60,000 ആണ്. അത് കോൺട്രിബ്യൂഷൻ. അതിനുശേഷം നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക 60,000. സോ നമുക്ക് ആൻസർ നില്ല് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സെയിൽസ് നമ്മൾ ചെയ്തു, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്തു ആൻഡ് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷന് ശേഷം നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് ലെസ് ചെയ്തു. അതിനുശേഷം നമുക്ക് 0 കിട്ടി. 0 മീൻസ് BEP, അതായത് പ്രോഫിറ്റ് ഓർ ലോസ്, നോ പ്രോഫിറ്റ് നോ ലോസ്. നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50യും
വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40, അതുപോലെ ഫിക്സഡ് കോസ്റ്റ് 80,000 വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 1,20,000 ആണ്. അതായത് നമ്മൾ നേരത്തെ ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഇക്വേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഇക്വേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ഔട്ട്പുട്ട് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് ഒരു ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതേ ടൈപ്പ് ഇക്വേഷൻ വരുന്നൊരു ടൈപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ F+P/C ആയിരുന്നു. അപ്പോൾ അതേ വരുന്ന ക്വസ്റ്റ്യനാണിത്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്പുട്ടൊക്കെ സെയിം ആണ്. സോ അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ 1,20,000 പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക F+P/C. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 50 - 40 = 10 വരും. അതിനുശേഷം നമ്മൾ കാണേണ്ടത് ആ ഔട്ട്പുട്ടില്ലേ, ആ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് നമ്മൾ കാണണം. സോ F+P/C ആണ്. 80,000 + 1,20,000/10. അപ്പോൾ നമുക്ക് 20,000 വരും. അതിനുശേഷം നമ്മൾ കാണുന്നത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത് സെയിൽസ് 20,000 × 50. 20,000 ആണ്. 50 എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. ആൻഡ് പിന്നെ ഉള്ളത് അതിൻ്റെ ആൻസർ വരുന്നത് 10 lakh ആണ്. അതിന് ശേഷം വേരിയബിൾ കോസ്റ്റ് ആണ് 20,000 × 40, അത് വരുന്നത് 8 lakh. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്തിട്ട് നമുക്ക് 2 lakh കോൺട്രിബ്യൂഷൻ വന്നു. അതിന് ശേഷം നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക, അന്നേരം 8,000 വരും. അത് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1,20,000 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് എത്രയാണ്? ഇത്ര പ്രോഫിറ്റ് 1,20,000 വരുമ്പോൾ എത്ര യൂണിറ്റ്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 20,000 യൂണിറ്റ്സ് കിട്ടി. അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തരുന്ന ക്വസ്റ്റ്യനിൽ തന്ന പ്രോഫിറ്റിനെ നമുക്ക് കിട്ടിയോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ സെയിം ആൻസർ തന്നെ കിട്ടി.